കൂടുതലുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീരധീരാശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ലിസിൻ ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ തന്നെ കങ്ങേരടാം അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണി. അതെ, വൈകുന്നേരം നമുക്ക് അതിനുശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും, സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജേട്ടന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുരാജേട്ടാ, ഈ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എക്സ്ട്രാ ഡീസന്റ് എന്നുള്ളൊരു പേരും അതുപോലെ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ഈ ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണിത്. പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അതാണ് യഥാർത്ഥ വേക്കോ. ഇതിന്റെ എഴുത്തുകാരനാണ്. അപ്പൊ ഇവരുടെ ആത്മകഥ അവര് തന്നെ വിവരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടോണ്ടിരിക്കല്ലേ. ആദ്യം ചെയ്യാൻ വേണ്ടി അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷേട്ടൻ്റെ ഞാൻ പറഞ്ഞത് കഥ കേട്ട് ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, അതെ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിന് കൂടെ വരും, അത് വേറെ ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലെല്ലാം. പിന്നെ ഞാൻ കാണുന്ന 2 പ്രാവശ്യം, ഒന്ന് അതിന്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസവും, പിന്നെ എന്താണ്ട് ഈ പ്രശ്നം ഓഡിയോ ലഞ്ചിനുണ്ട് 3ാമത്തെ കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോൾ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നു. പഴയ റബ്ബർ വർക്കിൽ തന്നെ തിരിച്ചുപോയി വന്നെ സംഭവം. അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് നോക്കിയിട്ടില്ല. റിലീസ് 20-ാം തീയതിയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു പടത്തിന്റെ സെൻസർ. ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എന്റർടൈനർ ആണ്, സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതിന്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത്. സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു.